This is microbial fuel cell. നമുക്കറിയാം നമ്മളുടെ ഈ ഒരു ജനറേഷനിൽ ഇലക്ട്രിസിറ്റിയുടെ യൂസ് ഭയങ്കര കൂടുതലാണ്. അതോടൊപ്പം തന്നെ വേസ്റ്റ് വാട്ടർ ആയാലും വേസ്റ്റ് ഓർഗാനിക് വേസ്റ്റ് ആയാലും കൂടി വരാണ്. പിന്നെ നമുക്കറിയാം നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത് പെട്രോളിയം, കോൾ, ബയോഗ്യാസ്, ന്യൂക്ലിയർ മെറ്റീരിയൽ അങ്ങനെയൊക്കെയാണ്. സോ ഇവയുടെ ഒരു ഭാവിയിലേക്ക് ഇവരുടെ യൂസ് കൂടുന്നതും അതിൻ്റെ ഡിമാൻഡും കൂടി വരും. സോ ആ സമയത്ത് എല്ലാവരും വേണ്ടാന്ന് വെച്ച് ഒഴിവാക്കുന്ന ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ എങ്ങനെ കറണ്ട് ഉൽപ്പാദിപ്പിക്കാം എന്നതാണ് ഈ ഒരു മൈക്രോബിയൽ ഫ്യൂൽ സെൽ പറയുന്നത്. ഇതിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഓർഗാനിക് വേസ്റ്റ് മെറ്റീരിയൽസിൽ അടങ്ങിയിരിക്കുന്ന മൈക്രോ ഓർഗാനിസം പോലുള്ള ബാക്ടീരിയ, ഈസ്റ്റ് ഇവയൊക്കെ യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാത്തുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുക വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈക്വൽ ക്വാണ്ടിറ്റിയുള്ള 2 ബീക്കേഴ്സ് എടുത്തിട്ട് ഒന്ന് ആനോഡ് ഒന്ന് കാഥോഡാക്കി ഇരിക്കുക. ആനോഡിൽ മട്ടും കാഥോഡിൽ വാട്ടറും ഇരിക്കുക. എന്നിട്ട് ഒരു ആനോഡിൽ ഇട്ടിരിക്കുന്നത് സിങ്ക് ഇലക്ട്രോഡും കാഥോഡിൽ ഇട്ടിരിക്കുന്നത് കോപ്പർ ഇലക്ട്രോഡാണ്. ഇത് രണ്ടും രണ്ട് കോപ്പർ വെച്ച് കണക്ട് ചെയ്തിട്ട് മൾട്ടിമീറ്ററിലേക്ക് കണക്ട് ചെയ്തതാണ്. പിന്നെ ഈ 2 ആനോഡും കാഥോഡും ആണ് ചാമ്പേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി സോൾട്ട് ബ്രിഡ്ജാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഈ ഒരു ആനോഡിലുള്ള നമ്മളുടെ ഈ ഒരു ബാക്ടീരിയ ഈ മഡിലുള്ള ബാക്ടീരിയ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾക്ക് ഇലക്ട്രോൺസും പ്രോട്ടോൺസും പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടോൺസ് നമ്മളുടെ അയൺ എക്സ്ചേഞ്ച് മെംബ്രെയിനായ സോൾട്ട് ബ്രിഡ്ജിലൂടെ കാഥോഡ് ചേമ്പറിലേക്ക് കടക്കുകയും അതുപോലെ ഇലക്ട്രോൺസ് നമ്മുടെ എക്സ്റ്റേണൽ വയറിലൂടെ പുറത്തേക്ക് വന്ന് ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ ഒരു മൈക്രോബിയൽ ഫ്യൂൽ സെൽ ഡ്യുവൽ ഫംഗ്ഷനാലിറ്റിയാണ് പ്രധാനമായിട്ട്. ഒന്ന് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റും പിന്നെ ഒന്ന് ഇലക്ട്രിസിറ്റി പിന്നെ അതിനകത്ത് ഇതിൻ്റെ ഒരു മെയിൻ ചാലഞ്ചും ഒബ്ജക്റ്റീവും എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ കൺസേൺ ആണ്. സോ ഇത് ഇങ്ങനെയൊരു മാർഗവും ഉണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനെന്നുള്ളത് എല്ലാവരുടെയും എത്തിക്കാന്ന് പറയുന്നത് എന്നൊരു മെയിൻ ചാലഞ്ചാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു മെയിൻ ചാലഞ്ചാണ് നമ്മളുടെ ഈ ഒരു ബാക്ടീരിയയുടെ ഗ്രോത്ത് നമ്മളൊരു ഒപ്റ്റിമൽ റേറ്റ് ആയിട്ട് കൊണ്ടുവെക്കണം. സോ ഇതിൻ്റെ ഒരു റിയാക്ഷൻ കൂടാനും പറ്റില്ല, അതേപോലെ തന്നെ ബാക്ടീരിയൻ്റെ റിയാക്ഷൻ കുറയാനും പറ്റില്ല. ഒരു ഒപ്റ്റിമൽ റേറ്റിൽ ഇത് നിൽക്കണം. ഇലക്ട്രോൺസിൻ്റെ മുകളിലുള്ള ബാക്ടീരിയൻ്റെ ഗ്രോത്ത് ഈ ഒരു ഇതിൻ്റെ ഫംഗ്ഷനെ ബാധിക്കും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു വലിയൊരു ചാലഞ്ചാണ്. ഇതിപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത് 2 ചാമ്പേഴ്സ് ആക്കിയിട്ടാണ്. ബട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് നമ്മളുടെ ഈ ഫീൽഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ഇപ്പോൾ ഒരു ഇന്ത്യയിൽ ഫാമേഴ്സിൻ്റെ ഭയങ്കര കൂടുതലാണ്. പകുതി ആൾക്കാരും ഫാമേഴ്സാണ്, അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ട് ജീവിക്കുന്നവരാണ്. സോ അവർക്ക് വേണ്ടി